സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ടെഫ് മില്ലറ്റില്ലേ, എന്താണ് FSSAI അംഗീകരിച്ച 15 മില്ലറ്റിലൊന്നാണ് ടെഫ്. അതിൻ്റെ പൊടിയാണ്, മാവ് പൊടിയാണ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടഡ് മില്ലിൽ പൊടിച്ചത്. അപ്പോൾ ഇത് എത്യോപ്യക്കാർ ഉപയോഗിക്കുന്നത് അവരുടെ ഒരു തരം ദോശയാണ് ഉണ്ടാക്കാനാണ്. അതിന് ഇഞ്ചേര എന്നാണ് പറയണത്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇത് എത്യോപ്യയിലെ ആളുകൾ ഉണ്ടാക്കിയതാണ്, ആഫ്രിക്കൻ കൺട്രിയെ. അപ്പോൾ ഇവിടെ എല്ലായിടത്തും കിട്ടും ഇത്. ഇതിൻ്റെ വേണമെങ്കിൽ ഇതിൻ്റെ അകത്തുള്ളത് വേണമെങ്കിൽ കാണിക്കാം. അപ്പം ഞാനിത് എടുത്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കാനായിട്ട്, ദോശ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ മാവ് എങ്ങനെ ഇരിക്കുന്ന വേണമെങ്കിൽ കാണിക്കാം. അങ്ങനെ ഇരിക്കും മാവ്. ഇതാണ് നമ്മൾ ഈ ഇപ്പൊ കാണിച്ച ടെഫ് ഫ്ലോറിന്റെ ദോശമാവ്. അപ്പൊ ഇതുണ്ടാക്കിയെന്ന് പറഞ്ഞാല് നമ്മുടെ ഉഴുന്നും ഈ ടെഫ് ഫ്ലോറിന്റെ മാവും വെച്ചിട്ടാണ്, പൊടിയും വെച്ചിട്ടാണ്, ഫ്ലോറും വെച്ചിട്ടാണ്. അപ്പൊ ഈ ഉഴുന്ന് 50%, ഈ ടെഫ് ഫ്ലോർ 50% എടുത്തത്. അപ്പോൾ ഉഴുന്ന് നമ്മൾ പൊടിയാക്കിയിട്ട് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഉഴുന്ന് നമ്മൾ ഒരു ആവശ്യത്തിന് ക്വാണ്ടിറ്റി എടുത്തിട്ട് അത് വെള്ളത്തിൽ മുക്കി വെക്കും രാത്രി 12 മണിക്കൂർ, ഓവർനൈറ്റ്. രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് അത് നമ്മൾ പേസ്റ്റ് പോലെ ആക്കും. എന്നിട്ട് അതിൻ്റെ പിന്നെ അതിനോട് നമ്മൾ ഈ ടെഫിൻ്റെ ഫ്ലോർ ചേർക്കുന്നു. അതിൻ്റെ മൊത്തത്തിൽ ഇപ്പോൾ കണക്ക് പറഞ്ഞത് 50% രണ്ടും എടുക്കണം വെച്ച് വരും. 50% ഉഴുന്നും 50% ടെഫ് ഫ്ലോറും. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു 24 hours ഇങ്ങനെ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് ഈ മാവ്. ഇങ്ങനെ വരും. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ സുഹൃത്തുക്കൾ, ഇതാണ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടെഫ് വെച്ചിട്ടുള്ള ദോശ, അല്ലെങ്കിൽ എത്യോപ്യക്കാർ പറഞ്ഞ പോലെ ഇഞ്ചേര എന്ന് പറയണത്. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ ഇന്ത്യൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അവരുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി സ്മൂത്തായിട്ടൊക്കെ ഇരിക്കും. ഇപ്പോൾ ടേസ്റ്റ് നമ്മുടെ ദോശയുടെ പോലെയൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഞ്ചേര ടെഫ് ഫ്ലോർ ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. ഞാൻ ലിങ്കൊക്കെ ഞാൻ ഇട്ടേക്കാം. ഇതാണ് ഇഞ്ചേര.